ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോയും അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ ദർസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാർഷികം കൂടിയാണ് ഇന്ന്. അപ്പോൾ അതിന് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഷിബിലി മോനെ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മളെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലെത്തി കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നില്ലേ, ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മദ്രസ ഇല്ല, പിന്നെ ഇക്കാക്ക് പണിയൊന്നുമില്ല കേട്ടോ. എന്നാലും എൻ്റെ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 6 മണിക്ക് തന്നെ അടുക്കളയിലെത്തി. അപ്പോൾ അത് ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അത് കഴുകുകയാണേ. അപ്പോൾ പിന്നെ ഇന്ന് ധൃതിപ്പെട്ടിട്ട് ചായം കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് ഉള്ളിൽ നിന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം 2 ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇത് 2-3 പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ട് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. അങ്ങനത്തെ തക്കാളി പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ കടി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 പാനാണ് വെച്ചത്, എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് 2 പാൻ വെച്ച്. എന്നാൽ പിന്നെ കൂടുതൽ ടൈം നിൽക്കണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ 2 പാൻ വെക്കുന്നത്. അപ്പോൾ ഇന്ന് അടുപ്പ് കത്തിച്ചില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തേക്ക് ഫുഡ് മതി ഉച്ചയ്ക്ക്. അപ്പോൾ പിന്നെ കുക്കറിൽ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ഞാനത് ചെറുപയർ കറി വെച്ചെന്നറിയോ. ഏതായാലും ചെറുപയർ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദോശക്കായി ചോറിൽക്കുമായി അങ്ങനെ കഴിച്ചോളെന്ന് വെച്ചിട്ടാ. ഒരു നേരമല്ല, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു നേരത്തിനൊക്കെ ഞാൻ ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടാട്ടം ഉണ്ടാക്കാറ്. 2 പാനിൽ ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയാം, വേറെ പണിയൊന്നും നടക്കൂല കേട്ടോ. അങ്ങനെ ദോശ അപ്പോഴേക്കും നമ്മൾ ചെറുപയർ കറി വിസിലടിച്ചിട്ട് അതൊന്ന് വറവിടാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 2 വറ്റൽമുളകും കടുകൊക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് വറവെടുത്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഫിനിമോൾ എണീറ്റ് വന്നിരുന്നു. അപ്പോൾ എനിക്കും അവൾക്കുള്ളത് ഞാൻ ചായ എടുക്കുകയാണ്. പിന്നെ ഷിബിലുമോനെ എനിക്ക് പിന്നെ സ്കെച്ച് കിടന്നായിരുന്നു കേട്ടോ. അവർ പിന്നെ എണീറ്റിട്ട് കുടിച്ചോളൂ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു വരാണ് കേട്ടോ. അടിച്ചു വാരലും ഇത് പിന്നെ അടുക്കളയിലെത്തി. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഇതിൻ്റെ സിലോപ്പി മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു ഇത്തിരി സുർക്കയും പിന്നെ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടിയിട്ടിട്ട് അതൊന്ന് മസാല തേച്ച് വെച്ചു. അങ്ങനെ അത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കല്ലോ എന്ന് വെച്ചു കേട്ടോ. പിന്നെ ഒരു നേരത്തേക്കാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ പിന്നെ കുക്കറിൽ റേഷൻ അരി ഇടാന്ന് വെച്ചു. അപ്പോൾ അത് പിന്നെ കുക്കർ ആദ്യം തന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുറച്ച് അരിയാണ് ഇട്ടെടുത്ത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വെച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ അരി ഒന്നിട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വെച്ചിട്ടോ. അതിന് ശേഷം ഞാനും ഷിബിലി മോനും കൂടി മിനിഞ്ഞാന്ന് മഗ്‌രിബിന് ശേഷം മഴ പെയ്തില്ല. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചതായിരുന്നു കേട്ടോ. വെള്ളം അതിലേക്ക് വീഴട്ടെ എന്ന് വെച്ചിട്ട് പുറത്ത് ആവശ്യത്തിനൊക്കെ ഈ വെള്ളം ഉപയോഗിക്കല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഇപ്രാവശ്യം കുറച്ച് വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അതെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ബക്കറ്റിലും വെള്ളം നിറഞ്ഞിരുന്നു കേട്ടോ മഴ പെയ്തിട്ട്. പിന്നെ അത് വെള്ളം കൊണ്ടുവെക്കുന്നതിൻ്റെ മുന്നേ ആദ്യം മുറ്റം ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടാ. എനിക്കാണെന്നിടയിൽ ഇന്നലെ നേരം വെളുത്ത് എണീറ്റ് വന്നപ്പോഴേ എനിക്ക് ദേഷ്യമാണ് കേട്ടോ മുറ്റം കണ്ടു തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് അത്യാവശ്യം കച്ചറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ബക്കറ്റും പാത്രങ്ങളൊക്കെ അങ്ങനെ വരിവരേനെ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ പോലെ തോന്നിട്ടാ. പിന്നെ മുറ്റടിച്ചാലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത പണി തുടങ്ങാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം അതൊക്കെ പുറത്തെ ആവശ്യങ്ങൾക്ക് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു. മിഞ്ഞാത്ത മഴ എല്ലായിടത്തും നല്ലോണം പെയ്തിട്ടുണ്ടെന്ന് കേട്ടു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളമാവും കേട്ടോ. അങ്ങനത്തെ വെള്ളമൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്കും നമ്മൾ ചോറ് വിസിലടിച്ച് ഓഫാക്കിട്ടോ. പിന്നെ ചോറ് ഊറ്റിയെടുത്തു. പിന്നെ ഗ്യാസ് വെച്ചിട്ട് മീനും പൊരിച്ചു കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ സ്മെല്ല് കേട്ടപ്പോഴേക്കും നമ്മൾ ഫിനിമോൾ വന്നിട്ട് അമ്മച്ചി കഞ്ഞി തരുമോ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് അവൾക്കുള്ള കഞ്ഞി കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവളെ കഞ്ഞി കൂടി കഴിഞ്ഞു കേട്ടോ. ബാക്കി പിന്നെ മീനൊരു ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് തിന്നത്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് മീൻ. അങ്ങനെ അത് തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷിബിലി മോനക്ക് അവൻ്റെ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് കേട്ടത്. അവർ കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ ഒക്കെ നടന്നപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ആദ്യം വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കുളി കഴിച്ചു. ഷിബിലി മോനക്കാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വെള്ളിയാഴ്ചയിൽ പള്ളിക്കും പോകേണ്ടിയിരുന്നു. അവന് അരമണിക്കൂറൊക്കെ കാത്ത് അവൻ്റെ സമയമായപ്പോൾ അവന് പള്ളിയിൽ പോയിട്ടോ. അപ്പോൾ ടീച്ചർക്ക് ഒന്നും കൂടി വിളിച്ചു നോക്കിയിട്ട് നിങ്ങൾ എത്താറായിക്കണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ അരമണിക്കൂർ കഴിയും പള്ളിയിൽ പോയിക്കോന്ന് അവർ പറഞ്ഞു ചെയ്തിട്ടോ. അപ്പോൾ അവന് വെയിറ്റും ചെയ്തുകൊണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊറോണ ടൈമിലാണ് കേട്ടോ വന്നത്. അന്ന് അവർക്ക് കൊറോണ ക്ലാസ് ഓൺലൈനിലായിരുന്നില്ലേ, ബുക്സ് നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവർ വന്നപ്പോൾ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ ഇന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ. അന്നത്തെ ഫോട്ടോസ് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടത്. നമ്മൾ ഷിബിലി മോൻ്റെ ഫിനിമോളുടെ ഒക്കെ പ്രായമാണ് ഇപ്പോൾ ഈ കാണുക കേട്ടോ. അന്ന് 4-ലായിരുന്നു, ഇപ്പോൾ അവന് 9-ലായില്ലേ. അങ്ങനെ അവനക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർക്ക് ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങാനുള്ളതിനും ടൈമില്ല എന്ന് പറഞ്ഞ് പിന്നെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ വന്ന സ്പോട്ടിൽ തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ 2 മാങ്ങ ഉണ്ടായിരുന്നിട്ട് ഞാൻ അത് പെട്ടെന്നാണ് ജ്യൂസ് അടിച്ചു. പിന്നെ അതും കുടിച്ചുകൊണ്ട് അവർ ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഷിബിലി മോനെ കാത്തു. പിന്നെ വഴിയിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവന് ആ സ്കൂളിൽ നിന്ന് 5 വർഷമായിരുന്നു പോയത് എന്നുണ്ടെങ്കിലും നമ്മളോട് നല്ല കമ്പനി കേട്ടോ. അവൻക്ക് ഇടയ്ക്കിടെ വോയിസ് ഇടാറും പിന്നെ ഇടയ്ക്ക് വിളിക്കും. ഈ വഴിയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ വരും ചെയ്യും കേട്ടോ.
അങ്ങനെ അവന് പള്ളിയിൽ നിന്ന് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വഴിയിൽ നിന്ന് കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവനക്ക് എന്തോ പോലട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വന്നിട്ട് അവരോട് സംസാരിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവനക്ക്. പിന്നെ അവരിറങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ കറി ചെറുപയർക്കറിയില്ല. അപ്പോൾ ചെറുപയർക്കറി ഇക്കാക്ക് വലിയൊരു പിടുത്തല്ലേ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും വിശന്നിട്ടല്ലേ വരിക. അപ്പോൾ ഞാൻ മുരിങ്ങൻ്റെ ഉപ്പേരി വെക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കറി വേണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങൻ്റെ ഉപ്പേരി കൂട്ടിയിട്ട് ചോറ് തിന്നോളും. പിന്നെ മീനുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു. ഈ മുരിങ്ങൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മുരിങ്ങൻ്റെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയതിന് ശേഷം തേങ്ങയും പച്ചമുളകും ക്രഷ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോഴേക്കത് ഇക്കും ശിബിലിമാനൊക്കെ പള്ളിയിൽ നിന്ന് വന്ന് ചോറ് തിന്നു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. അപ്പോഴേക്കും കാലിൽ വെരിക്കോസുള്ള കാരണം കാലൊക്കെ നല്ലോണം കടഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു കേട്ടോ. അതിന് ശേഷമാണ് അടുത്ത പണി ഒപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവ് കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒന്നും അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ടീച്ചേഴ്സുമാർ വരും ചെയ്യുക. അപ്പോൾ ആ സ്പോട്ടിൽ അതിൻ്റെ ഇടയിലൂടെ ഞാൻ അരച്ച് വെച്ചതുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലൂടെ വീഡിയോസ് ഒന്നും എടുത്ത് വെച്ചില്ല. ഇത് കുറച്ച് പച്ചരി അതിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 4 ശർക്കരയും കൂടി ഒന്ന് മെൽറ്റാക്കി വെച്ചുട്ടാ. പിന്നെ ഒരു 2 ഏലക്കായും 2 കയ്യിൽ മൈദയും അതുപോലെ തന്നെ ഒരു ഇത്തിരി വറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഫിനുമോൾ എന്നോട് മാവ് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചാട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കൊടുത്തു. പിന്നെ അതേ 1 സ്പൂണ് എള്ളും 1 സ്പൂണ് കരിഞ്ചീരകം കൂടി ചൂടാക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു. ചട്ടി ചൂടായതിന് ശേഷം അത് കുറച്ച് ഓയിലാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടോ. അങ്ങനെ കുഴിയിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാം കൊണ്ട് ഒരു തിരക്കിട്ട ദിവസമായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് ഒന്നും വരുന്നത് നമ്മൾ അറിയില്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് പള്ളിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് പരിപാടിയല്ലേ. അപ്പോൾ ചായ അവർ ഉണ്ടാക്കും പള്ളിയിൽ. കടി നമ്മൾ ഓരോരുത്തർ വീട്ടിൽ നിന്ന് പൊരിക്കടി എന്താണെന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊണ്ടുപോകാം കേട്ടോ. കുറേശ്ശെ മതി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ണിയപ്പാണ് കേട്ടോ. ഞാൻ പള്ളിയിലേക്ക് എന്തെങ്കിലും മധുരക്കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കുക ഉണ്ണിയപ്പാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് കഴിയുകയും ചെയ്യല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഞാൻ ഈ മാവ് അരച്ചതിന് ശേഷം ഞാൻ 1 സ്പൂൺ റവ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ എന്ത് പൊരിക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ റവ ഇടും. എന്താണെന്ന് വെച്ചാൽ റവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ പിടിക്കൂല കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ടിൽ ഏതായാലും കുറേയൊക്കെ ചൂടാറിയിട്ടുണ്ട്. നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എന്ത് പൊരിക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ റൗണ്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ അമ്മച്ചി എന്നാൽ. അങ്ങനത്തെ നമ്മളെ ഫിനുമോൾ ഊഞ്ഞാലാടാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്കുള്ളത് ആദ്യം കൊടുത്തു. പിന്നെ ഷിബിലുമോനാണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഇടാതെ TV കാണാം കേട്ടോ. അപ്പോൾ അവനക്കുള്ളതും കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് എടുത്തു. അത് നമ്മൾ അടുത്ത വീട്ടിലേക്കും കൊടുക്കാൻ വേണ്ടി ഫിനുമോളോട് പറഞ്ഞു കേട്ടോ. അവരും നമ്മളെ പോലെ തന്നെ അല്ലേ, അവരും കഴിക്കട്ടെ നമ്മൾ കഴിക്കുമ്പോൾ എന്ന് വിചാരിച്ചു. നമ്മുടെ പള്ളിയിൽ പ്രഭാഷണം പറയാനായിട്ട് ലുക്കുമാനുൽ ഹക്കീം സഖാഫി പിള്ളേരായിരുന്നു കേട്ടോ. അടിപൊളി പ്രഭാഷണമായിരുന്നു കേട്ടോ. അതുപോലെ സമാപന ആ കുരുക്കഴിത്തങ്ങളായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഉണ്ണിയപ്പുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞത് നമ്മുടെ കുഞ്ഞു അടുക്കളയിൽ നിന്നാണ് പോന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാട്ടോ. അപ്പോൾ അതാ പള്ളിയിൽ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. സ്റ്റേജൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ചായക്കുള്ള വെള്ളം വെച്ചതാണ് കേട്ടത്. സബിൽ നല്ല മധുഗാനൊക്കെ ഇട്ടിട്ട് നമ്മളെ ഫിലിമോളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സുഖം തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പച്ചി പുറത്തേക്ക് വരുമ്പച്ചി പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവളെയും കൊണ്ടൊന്ന് ഇറങ്ങിയപ്പോഴാണ് കണ്ടപ്പോഴാണ് കേട്ടോ അവൾക്കൊന്ന് സമാധാനമായത്. ഇത് നമ്മുടെ പള്ളിൻ്റെ ഹിഫ്ദുൽ ഖുർആൻ കോളേജാണ് കേട്ടോ. അതിൻ്റെ മുന്നിലാണ് സ്റ്റേജൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ദർസ് പിന്നെ നമ്മുടെ പള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികൾ ദർസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിഫ്ദുൽ ഖുർആൻ്റെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് ഹാഫിളായി പോയിട്ടുണ്ട്. ഭാര്യയോട് സ്വകാര്യം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയില്ലേ, ഭാര്യന്റെ ഒക്കെ തിരിക്കുന്ന കുഞ്ഞിനെ മുത്തം കൊടുക്കില്ലേ, അങ്ങനെ പുറത്തിറങ്ങില്ലേ. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ചെയ്തത് ഓർമ്മയുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, തൃപ്തിപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നരകം പറയാൻ കഴിയില്ല, അവിടെ പറഞ്ഞാലെത്തുകയില്ല. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നബയിൽ അല്ലാഹു പറയുന്നു, ഇന്ന അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ.
വിചാരണ അനുഭവിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടില്ല. എത്ര കൊല്ലങ്ങൾ വേണം? അതേ സമയത്ത് ഇന്നറിനാക്കും ഉമ്മമാരെ അറിഞ്ഞോളോ, ഉപ്പമാരെ അറിഞ്ഞോളോ, ഇന്നറിനാക്കും അദാബൻ കരീബാ, വളരെ അടുത്തു തന്നെ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട്. ആ ശിക്ഷ ഏതാണെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ, കുളിപ്പിച്ച് കഫൻ ചെയ്താൽ, മയ്യിത്ത് നിസ്കരിച്ചാൽ, ആളുകൾ ചുമന്ന് കട്ടിലേറ്റി കൊണ്ടുപോയാൽ, നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ശരീരത്തിന്റെ കൂടെ മയ്യത്ത് കട്ടിലിൽ നിൽക്കുന്നു. മലക്ക് കൊണ്ടുപോയ ആത്മാവ് റബ്ബിന്റെ തിരുസന്നിധിയിലെത്തിയിട്ട് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന ഡെഡ് ബോഡിന്റെ സമീപത്ത് നിൽക്കുന്നു. ആത്മാവിന് മുഖമില്ലേ, മൈക്കപ്പ് ചെയ്യുന്ന മുഖമില്ലേ, കല്യാണത്തിന്റെ ദിവസവും തലേ ദിവസവുമൊക്കെ ദിവസങ്ങളോളം വായിക്കാതെ, നിസ്കാരം പോലും ഇല്ലാതെ, മുഴുവെടുക്കാൻ പറ്റാതെ, എടുത്താൽ തന്നെ ശരിയാകാത്ത രൂപത്തിൽ അങ്ങനെ തെറ്റി പുരട്ടിയിട്ട് നീ 20,000 50,000 ഉറുപ്പിക കൊടുത്തിട്ട് ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നിട്ട് നല്ല ഗ്രഹത്തിന് മൈക്കപ്പ് ചെയ്ത് നിൽക്കുന്ന പെണ്ണെ, ആ കവിള് ഏതൊരു കല്യാണത്തിന് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നിനക്കൊന്ന് രക്ഷിക്കിടണ്ടേ, ചുണ്ടൊന്ന് ചുമപ്പിക്കണ്ടേ, തിരികെ പിക്ക് ചെയ്യണ്ടേ, കൺമശിയും നെയ്തണ്ടേ, മുഖത്ത് വലതും വാരിപ്പുരട്ടണ്ടേ. അങ്ങനെ പുരട്ടിയിട്ട് പോകുന്ന പെങ്ങളെ നിന്നെ ഈ മണ്ണോട് ചേർത്തി വെച്ചിട്ട് അതാ മേൽഭാഗത്ത് കല്ലുകൾ വെക്കുന്നു, കല്ലുകൾ വെച്ചിട്ട് ദ്വാരങ്ങൾ അടയ്ക്കുന്നു, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും തടയുന്നു. ഓരോ ചെറിയ ചെറിയ ഹോളുകളും ഇലകളും കടലാസുകളും വെച്ച് നിറയ്ക്കുന്നു. ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ നിന്റെ ഭൂമിയിലേക്ക് മണ്ണെറിയുന്നു, മണ്ണ് വാരിയിടുന്നു, കൈക്കോട്ട് കൊണ്ട് കവർ നിറയ്ക്കുന്നു. കവർ നിറച്ചതിന് ശേഷം 2 വീചാങ്കല്ല് കുത്തുന്നു, ഒരു തൊട്ടി വെള്ളമൊഴിക്കുന്നു, ഒരു ചെടിയും നട്ടുപിടിപ്പിക്കുന്നു. അതിനുശേഷം അപ്പോഴും നിന്റെ ആത്മാവ് വിടയാ, നിന്റെ വീചാങ്കല്ലിന്റെ നേരെയാ, കവറിന്റെ പുറത്താ. അതിനുശേഷം ഏതോ ഉസ്താദ് വന്ന്, ഉസ്താദിനെ എനിക്ക് പറ്റൂല, പണ്ഡിതാനിമീങ്ങളെ പറ്റൂല, ഒരു മുത്താലിമിനെ പറ്റൂല, ആലിമിനെ പറ്റൂല, പണ്ഡിതനെ ഭർത്താവായിട്ട് വേണ്ട, മാലിമിനെ വേണ്ട, ദീനേത് ചുറ്റുപാടിൽ നടക്കുന്നവനെ വേണ്ട, മുണ്ടുടുക്കുന്നവനെ വേണ്ട, പേര് കൊടുത്തിട്ട് അടിച്ചു പൊളിക്കുന്നവനെ ഇന്ന് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരായി പറ്റൂ. പറ്റുന്നവർക്ക് തന്നെ, കല്യാണം വേണമെന്ന് വെക്കുന്നവർക്ക് തന്നെ വല്ലാത്തൊരു കാലമാ പെങ്ങളെ. നിനക്ക് വേണ്ടി ദുആ ചെയ്ത് നിന്റെ ഗേൾസ് ഫ്രണ്ടുകൾ വന്നില്ലല്ലോ, നിന്റെ ബോയ്സ് ഫ്രണ്ടുകൾ വന്നില്ലല്ലോ, നിന്റെ ചങ്ങാതിമാർ വന്നില്ലല്ലോ, നിന്റെ ഉറ്റവരും ഉടയവരും വന്നില്ലല്ലോ, പലരും അവിടെ നിൽക്കുന്നില്ല. നിനക്ക് വേണ്ടി ദുആ ചെയ്ത് നീ ഭക്ഷണം കൊടുക്കുന്ന മുസ്ലിയാര്, ഭക്ഷണം കൊടുത്തേക്കുന്ന മുസ്ലിയാര്, നിനക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തെളിപ്പെടുത്തിയിട്ട് അങ്ങ് പിരിഞ്ഞു പോകാൻ നിന്റെ കൂടെ വന്നവര് പറയുന്നൊരു വാക്കുണ്ട്, പറയാതെ പറയുന്ന വാക്കുണ്ട്, അനുഭവിച്ചോ, ഇനി അനുഭവിച്ചോ. ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയതിന്റെ, ഇക്കാലം അത്രയും പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അനുഭവിച്ചോ എന്ന് പറയാതെ നീയായിരുന്നു. അങ്ങനെ ഉസ്താദിൻ്റെ പ്രഭാഷണം മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫുള്ള് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അത് സമാപന സമ്മേളനത്തിൽ കോരിക്കോഴി തങ്ങളായിരുന്നു കേട്ടോ. مستجيب الدعوات
الصلاة والسلام عليك يا رسول الله. പിന്നെ അതേ പരിപാടിയിൽ പങ്കെടുത്തവർക്കൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.